പാറകൾ തുരന്ന് വീടുണ്ടാക്കിയാണ് അവർ താമസിച്ചിരുന്നത്. നല്ല ശക്തിമാന്മാരാണ് ആൾക്കാർ. ചെറിയ മനുഷ്യന്മാരാണെങ്കിലും ഭയങ്കര കുവ്വത്തായിരുന്നു. പാറ തുരന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് റൂം, പുറത്തേക്ക് ഇങ്ങനെ കിച്ചണ്, അങ്ങോട്ട് ബെഡ്റൂം, സിറ്റ് ഔട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പാർത്തിയുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അവരെ നശിപ്പിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടില്ലേന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞില്ലേന്നർത്ഥം. അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലയോ എന്ന് ചോദിച്ചാൽ കണ്ടതുപോലെ അറിഞ്ഞില്ലയോ എന്നാണ് അതിൻ്റെ അർത്ഥം. വേറൊരു കൂട്ടരുണ്ടായിരുന്നു, തൂണുപോലെ നീളമുള്ള മനുഷ്യന്മാര്. ചെറിയ കല്ലുകൾ ഇങ്ങനെ മേലെന്നിട്ടുങ്ങാണ്ട് കൊന്നു ഒരു വിഭാഗത്തെ, ഒരൊറ്റ ഒച്ചണ്ടിട്ടുങ്ങാണ്ട് കൊന്നു വേറൊരു വിഭാഗത്തെ. അത് നബിയെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് ചോദ്യം. പിന്നെ വേറെ രണ്ട് കൂട്ടരെ കുറിച്ച് ചോദിക്കുകയുണ്ട്. ഒന്ന് ഫിറഔനിനെ കുറിച്ചാണ്. ഫിറഔനദിൽ ഔതാദ്, ആണുള്ള ഫിറൗനി നമ്മൾ ശരിയാക്കി. എന്താ ആണുള്ള ഫിറൗന്? ആണുള്ള ഫിറൗൻ എന്ന് പറഞ്ഞാല് മനുഷ്യന്മാരെ മരത്തുമ്മ അല്ലെങ്കിൽ പലകമ്മയൊക്കെ നിർത്തിയിട്ട് ആണിയടിക്കലോ അവൻ്റെ ഒരു ഏർപ്പാടായിരുന്നു. അതാണ് ആണുള്ള ഫിറൗൻ എന്ന് പറഞ്ഞത്. ഓനെയും ശരിയാക്കിയത്. ഇങ്ങനെ കുറെ മുൻകഴിഞ്ഞ ആൾക്കാരെ ശരിയാക്കിയ വർത്താനാണ് ഈ 10 ദിവസത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്. ഈ 10 ദിവസത്തിലെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി നിങ്ങളെ വാപ്പയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. നമുക്ക് പല വാപ്പാരും ഉണ്ട്. ഇമ്മിയും വാപ്പയും അതൊരു വാപ്പയാണ്. ആദൻ നബി വേറൊരു വാപ്പയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു വാപ്പയാണ്. ഉസ്താദ് വേറൊരു വാപ്പയാണ്. ഇങ്ങനെ കുറെ വാപ്പാരുണ്ട്. കൂട്ടത്തിൽപ്പെട്ട ഒരു വാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേരിട്ടതും ആ പിതാവാകുന്നു. ഞമ്മക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടത് ആ വാപ്പയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന വാപ്പ. ആ വാപ്പാന്റെ 10 ദിവസമാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബിക്ക് ഇഞ്ഞും പ്രത്യേകത ഉണ്ട്. തറവാട് വരെ പണിയെടുത്തതും മൂപ്പരാ. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, മനുഷ്യന്മാർക്ക് വേണ്ടി ഒന്നാമത്തെ വീട് മക്കയിൽ ഉള്ള പരിശുദ്ധമായ കഅബയാകുന്നു. അതുണ്ടാക്കിയതും ഇബ്രാഹിം നബിയാൻ. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഒറ്റയാൾ പട്ടാളമാണെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാന ഇബ്രാഹിമ ഉമ്മത്തൻ വാഹിദ, ഇബ്രാഹിം നബി ഒറ്റക്ക് ഒരു സംഘമായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞ സംഘം, വാഹിദ് എന്ന് പറഞ്ഞ ഒറ്റക്ക്, ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. വാപ്പ. ഇനി ഉമ്മ ഉണ്ട്. ഹജ്ജിലൊരു ഉമ്മാനെ പറ്റി വരുന്നുണ്ട്. ഏതാ അമ്മ? ഹാജറ ബീവിയാണ് ഉമ്മ. ഹാജർ എന്നാണ് പേര്. നമ്മൾ സാധാരണ ഉപയോഗിച്ചു വരുന്നതനുസരിച്ച് ഹാജറ എന്നാണ്. അപ്പൊ ഉപയോഗിക്കുമ്പോൾ പറയാ ഹാജറ ബീവി. ഹാജർ എന്നാണ് ഒറിജിനൽ പേര്. നമ്മളെ അമ്മയാണ് ഹാജറ ബീവി. എന്താ ഹാജറ ബീവി എന്ന് പഠിക്കാനുള്ളത്? ഒരു ഉമ്മ എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഹാജറ ബീവി എന്ന് പഠിക്കാനുണ്ട്. ഭൂമിയിൽ അല്ലാഹു തആല ഇറക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം നബിതങ്ങളെ കയ്യിന്റെ ഇടയിൽ കൂടെ വന്നതാണ്. രണ്ടാമത്തെ വെള്ളം സംസം വെള്ളമാണ്.
അതിന്റെ പിന്നിൽ ഹാജറ ബീവി എന്ന് പറഞ്ഞ ഉമ്മയാണുള്ളത്. ഒന്നാമത്തെ നബിന്റെ കൈയിന്റെ ഇടയിൽ കൂടി വന്ന് വഅഫ്ളലുൽ മിഹ്യാഇ മാഉൻ ഖദ് നബ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബ യലീഹി മാഉ സംസം ഫൽ കൗസറു ഫനഹ്ലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുറു. വഅഫ്ളലുൽ മിയാഇ വെള്ളങ്ങളിൽ നിന്ന് ഏറ്റവും അഫ്ളലായ വെള്ളം മാ നബഅ മിൻ ബൈനി ഇസ്ബാഇൻ നബിയ്യി നബി തങ്ങളുടെ കൈയിന്റെ ഇടയിൽ കൂടെ വന്ന വെള്ളമാണ്. കിട്ടാനില്ല, നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല, കിട്ടാനില്ല. യലീഹി മാഉ സംസം ഫൽ കൗസറു അത് കഴിഞ്ഞാ പിന്നെ അടുത്തത് സംസം വെള്ളമാണ്. പിന്നെ ഉള്ളു ഹൗദുൽ കൗസർ. അപ്പൊ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേന്ന് നമ്മൾ പറയണ്ടല്ലോ, അതിന്റെ മുമ്പ് രണ്ടു വെള്ളമുണ്ട്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാർക്ക് മഹ്ശറേന്ന് മുത്തുനബി മുക്കിത്തരുന്ന വെള്ളമാണ് ഹൗദുൽ കൗസർ. ഒരു കോപ്പ കുടിച്ചാൽ ലാ യളുമു ബഅദഹു അബദ, പിന്നീട് ഒരിക്കലും ദാഹിക്കൂലെന്ന് പറഞ്ഞ വെള്ളം. അതിന്റെ മുന്നേ രണ്ട് വെള്ളമുണ്ട്. ഒന്ന് സംസമുണ്ട്, ഒന്ന് കൈയിന്റെ ഇടയിൽ കൂടെ വന്ന വെള്ളമുണ്ട്. കൈയിന്റെ ഇടയിൽ കൂടെ വന്ന വെള്ളം നബിതങ്ങളും സഹാബത്തും ഒരിക്കലും ഇങ്ങനെ ഹജ്ജിന് യുദ്ധത്തിന് വേണ്ടി യാത്ര പോകുന്ന സമയത്ത് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി. കുളിക്കാൻ അവർക്ക് ആവശ്യമുണ്ടായി, കുടിക്കലും ആവശ്യമുണ്ട്, ഒതുണ്ടാക്കലും ആവശ്യമുണ്ട്, ഒന്നിനും വെള്ളമില്ലേനും. സഹാബത്ത് നബി തങ്ങളോട് പരാതി പറഞ്ഞു, നബിയെ വെള്ളമില്ലാതെ അടങ്ങാറായിട്ടുണ്ട്, നിങ്ങൾ അള്ളഹാനോടാണ് പറഞ്ഞോളിന്നല്ല, ഞങ്ങളിത് തുള്ളി വെള്ളം ഉണ്ടോന്ന് ചോദിച്ചു. ആ ഉണ്ട്, നല്ല തുള്ളി കൊണ്ടുവരികയാണ്. കൊടുത്തു. അതിങ്ങനെ ഒരു പാത്രത്തിൽ പറഞ്ഞിട്ട് ഇങ്ങനെ വിരൽ വെച്ചു, കൈ ഇങ്ങനെ വെച്ചു, മുക്കിക്കൂടി പറഞ്ഞു. എല്ലാരും മുക്കി കുളിച്ചു, ഒളു ചെയ്തു, ഓരോരുത്തരുള്ള പാത്രങ്ങളിലൊക്കെ ശേഖരിക്കുകയും ചെയ്തു. അങ്ങനെ ഒമിനൽ യസീരി സഖാവാത് അമജൈശഹു ഹത്ത തഫൗ വയസീറുഹു ലം യൻഫദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫി ഗദി. ഒമിനൽ യസീരി സഖാ, കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് എല്ലാവർക്കും കുടിപ്പിച്ചു. വഅത്അമ ജൈശഹു, തന്റെ സൈന്യത്തിന് നബിതങ്ങൾ ഭക്ഷണവും കൊടുത്തു. വയസീർഹു, എന്നിട്ടും കുറച്ച്. ലം യംഫദി, തീരാതെ ബാക്കിയുണ്ടായിരുന്നു. ഏതാ സൈന്യം? ആദ്യത്തേത് ബദർ യുദ്ധം, രണ്ടാമത്തേത് ഖന്തക്ക് യുദ്ധം. ഖന്തക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടങ്ങിങ്ങനെ കീറുണ്ട്, ആരടുത്തും ഭക്ഷണമില്ല, വിശപ്പ് സഹിക്കാൻ പറ്റായിട്ട് ഇങ്ങനെ രണ്ട് കല്ലിങ്ങനെ വയറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ബിക്കാസ് എടുത്ത് കൊത്തുന്നത് കണ്ടപ്പോ ഒരു സഹാബിക്ക് അതാണ് പൊറുത്തിയില്ല. മൂപ്പര് പെരെ ഭാര്യനോട് പറഞ്ഞു, ഉണ്ടോക്കടി, നബി തങ്ങളുടെ വയറ്റത്ത് രണ്ട് കല്ല, നമ്മളെന്താ കാട്ടുക ചോദിച്ചു. കുടിക്കാരത്തി പറഞ്ഞു, ഒരു ചെറിയ ആടും കുട്ടിയുണ്ട്, കുറച്ച് ഗോതമ്പുമാവുണ്ട്, നമുക്ക് ആടും കുട്ടിനെ അറുത്തുങ്ങാണ്ട് എന്തേലും ഒന്ന് കാട്ടാം, ഗോതമ്പ് മാവ് കൊണ്ട് എന്തേലും ഒന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങൾ നബിനോടും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാൾക്കാരോട് ഒന്ന് പെരേക്ക് വരാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. എന്നാ ചെയ്തൂട് പറഞ്ഞു. ഏൽപ്പിച്ചങ്ങാണ്ട് മൂപ്പരെ പറയാൻ വേണ്ടി പോയി. നബിന്റെ എത്തി എന്നിട്ട് ചെവിയിൽ ഇങ്ങനെ സ്വകാര്യത്തിൽ പറഞ്ഞു, മുത്തുനബി നിങ്ങളും ഒന്ന് രണ്ടാൾക്കാരും ഒന്ന് പെരേക്ക് വരണം. കേട്ടത് പാതി, കേൾക്കാത്ത പാതി. നബിതങ്ങള് ഉറക്കെ ഉണ്ടോക്കി, സഹാബത്തെ എല്ലാവർക്കും ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, ഒരുങ്ങിക്കോളിയായിരുന്നു. പറ്റിച്ചല്ല പഠിച്ചോനെ. മൂപ്പരിങ്ങനെ മുമ്പിൽ മണ്ടി പെരേക്ക് മണ്ടിന് കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, നിക്ക്, പിന്നെ ആ ഭക്ഷണത്തിന്റെ ആടുംകുട്ടിന്റെ പാത്രം ഉണ്ടല്ലോ അടുപ്പത്തുള്ള, അത് ഞാൻ വരുന്നതിന്റെ മുമ്പ് ഇറക്കരുത് എന്ന് പറഞ്ഞു. മൂപ്പര് മണ്ടിയപ്പോ അങ്ങനെ മൂപ്പര് പെരേ ചെന്ന് ഭാര്യനോട് പറഞ്ഞു, എടി കാര്യം പറ്റിച്ചിട്ടുണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു.
ഞാൻ നബി തങ്ങളെ ചെവിയിൽ ഇങ്ങനെ സ്വകാര്യത്തിൽ നിങ്ങളും ഒരു 5-6 ആൾക്കാരും ഒന്ന് പെരേക്ക് വരണം എന്ന് പറഞ്ഞു. നബിയും ഖന്തക്കിൽ കിടങ്ങു കിടന്ന സഹാബത്ത് എല്ലാരും കൂടിയും വരുന്നുണ്ട്. നമ്മളിഞ്ഞ എന്താ കാട്ടുകയെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞത് എന്നുള്ളത് ഉറപ്പല്ലേന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ. എന്നാ പിന്നെ ബാക്കിയുള്ളവരെ നബി തങ്ങൾ വിളിച്ചതല്ലേ, നബി അതിനെന്തേലും വജ്ജുണ്ടായിക്കോളും, നിങ്ങളെന്തിനാ ബേജാറാണ് അത് ശരിയാണ്. അങ്ങനെ നബി തങ്ങൾ വന്നു. ആ ഭക്ഷണത്തിലേക്ക് ചെറിയ ഒരു ഉമിനീരിന്റെ സ്പാർക്കിംഗ് ഒന്നിങ്ങനെ ഊജപ്പ തെറിച്ചത് ഉമിനീര് വിളമ്പിക്കൂടിയായിരുന്നു. ഹത്തക്ക് തഫൗ, എല്ലാവർക്കും മതിയായി. എല്ലാരും കുറച്ചെടുത്താൽ മതി എന്നല്ല, പിന്നെ മതിയായിട്ട് വയസീറുഹു, എന്നിട്ട് വീണ്ടും കുറച്ച് ലം യംഫദി, തീരാതെ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ആ വെള്ളം ഒന്ന്. രണ്ടാമത്തെ വെള്ളം സംസം. സംസമിന്റെ പിന്നിൽ എന്താ ഉള്ളത്? ഒന്നാം വെള്ളത്തിന്റെ പിന്നിൽ നബി തങ്ങളുടെ കൈയുണ്ട്. രണ്ടാം വെള്ളത്തിന്റെ പിന്നിലുള്ളത് ഒരു ഉമ്മാന്റെ മനസ്സാണുള്ളത്. ഒരു ഉമ്മാന്റെ മനസ്സ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹധർമ്മിണിയായിരുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും മക്കയിലെത്തി. സൽക്കാരപ്രിയനായിരുന്നു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ധാരാളം മൃഗങ്ങളെ അറുത്ത് സൽക്കാരം നടത്താറുണ്ടായിരുന്നു. ഒരിക്കൽ സൽക്കാരം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ത്രില്ല് വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കൊരു മകനുണ്ടായാൽ അവനെയും മറുത്തു ഞാൻ സദ്യ നടത്തും. മകനുണ്ടായി. ഇബ്രാഹിമേ, നിങ്ങളുടെ വാക്ക് പാലിക്കണമെന്ന് അള്ളാഹുവിങ്കൽ നിന്ന് നിർദ്ദേശമുണ്ടായി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമ് മകനെയുമായി കാട്ടിലേക്ക് പോയപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നടന്നില്ല. അപ്പൊ പോയി ഉമ്മാന്റെ അടുത്തേക്ക്. അടുത്ത പണി ഉമ്മയും ബാപ്പിയും. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവിയെ വിവാഹം കഴിച്ചു. അതിൽ കുട്ടിയുണ്ടായി. ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുചെന്നാക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടായി. ഒരു ഒട്ടകപ്പുറത്ത് ഭാര്യയെയും മകനെയും കയറ്റിയിട്ട് ഒരു തോൽപാത്രത്തിൽ വെള്ളവും മറ്റൊരു തോൽപാത്രത്തിൽ കാരക്കയും എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ എന്ന് പറഞ്ഞാല് അന്ന് ചോദിക്കണ പതിവില്ലാത്തോണ്ടാണ്. ഭർത്താവ് ഭാര്യനെ കൊണ്ടുപോകുമ്പോ എങ്ങട്ടാന്ന് ചോദിക്കൽ അന്ന് പതിവില്ല. അതുകൊണ്ടാണ് ഒപ്പങ്ങനെ പോയി. മക്കയിൽ ചെന്നു. ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് ചെറിയ ഒരു കൂടാരം കെട്ടിയിട്ട് ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അവിടെ താമസിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോവുകയാണെന്ന് മനസ്സിലായപ്പോ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല മനുഷ്യ, ഇനി ഈ ചെറിയ കുട്ടിയെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ എവിടുക്കായി പോണത് എന്ന്. നമ്മളെ നാടൻ ഭാഷയിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി ഈ ചെറിയ പൈതലിനെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ എവിടുക്കായി പോണത് എന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നോക്കിയില്ല. രണ്ടാമതും ചോദിച്ചു. മൂന്നാമത് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, ഇത് അള്ള പറഞ്ഞിട്ടാണോ ഈ പണി എടുക്കണത് എന്ന് ചോദിച്ചു. ഞങ്ങളവിടെ ഒറ്റക്കാക്കിയിട്ട് പോണത് അള്ള പറഞ്ഞിട്ടാ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നിന്നു. ക്ലൂ കൊടുക്കുക എന്നറിയില്ലേ നമ്മള്? ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനൊരു ക്ലൂ തരാന്നറിയില്ലേ? എന്ന മാതിരി ഹാജറാബി ഒരു ക്ലൂ കൊടുത്തു. അപ്പൊ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നാം, അതെ, അതാണ് സംഗതി. അറിഞ്ഞു.
ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദൻ ലാ യുളയ്യുനല്ലാഹ്, എന്നാൽ അള്ളാഹു ഞങ്ങളെ വെറുതെയാക്കുകയില്ല. അള്ളാഹ് പറഞ്ഞിട്ടാണെങ്കിൽ മനുഷ്യൻ നിങ്ങൾക്ക് ആ വിവരം പറഞ്ഞാ പോരേന്നർത്ഥം. അള്ളാഹ് ഞങ്ങളെ വെറുതെ ആക്കൂലാർ. ഇബ്രാഹിം നബി പോയി. ചെറിയ മൊട്ടക്കുന്നുണ്ടായിരുന്നു. ആ കുന്നിന്റെ അപ്പുറത്ത് പോയിട്ട് ഭാര്യയും മകനും കാണൂലെന്ന് ഉറപ്പായപ്പം കടന്ന് തിരിഞ്ഞു നിന്നു. എന്നിട്ട് തോരുന്നു, പഠിച്ചോനെ, നിന്റെ കുട്ടികൾക്ക് ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ. ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. അതിന്റെ കാരണം വാപ്പാന്റെ ദ്വയാണ്. വാപ്പാന്റെ ദ്വയാണ് അതിന്റെ കാരണം. ഭൂമിയിലേന്ന് മാത്രല്ല, സ്വർഗത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴല്ലേ. അതിലുണ്ട് മുന്തിരി തോട്ട, ഉറുമാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാന. ഭൂമിയത്തെ മാത്രല്ല, മരിച്ചെന്നാലും ഞമ്മക്ക് കിട്ടാൻ പോണത് പഴാണ്. അതിന്റെ കാരണം വാപ്പ തോരുന്നു. ഏത് വാപ്പ? മില്ലത്താബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം നബി എന്ന നിങ്ങളുടെ വാപ്പ എന്റെ മക്കൾക്ക് പഴങ്ങളിൽ നിന്ന് ഭക്ഷിപ്പിക്കണേന്ന് തോർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴമായി. ഭൂമി മാത്രല്ല, സ്വർഗത്തിലെയും ഏറ്റവും നല്ല ഭക്ഷണം പഴമായി. വാപ്പാന്റെ ദുആ. നമ്മളൊക്കെ ഇപ്പൊ വാപ്പാരാണല്ലോ. വാപ്പാരല്ലാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓലങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വാപ്പാനോട് വർത്താനം. നമ്മളൊക്കെ വാപ്പാരുള്ള നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മളെന്താ ദ്വാരക്കാറുള്ളത് എന്നൊന്ന് പരിശോധിക്കണം. എന്തൊക്കെ നമ്മൾ ദ്വാരക്കാറുള്ളത്? വാപ്പാന്റെ ദ്വാ കുട്ടിക്ക് കിട്ടും, പക്ഷെ നമ്മൾ പലപ്പോഴും ദ്വാരക്കലില്ല. അല്ലെങ്കിലും പൊതുവെ നമ്മൾ ദ്വായില് പിശുക്കന്മാരാണ്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും പിശുക്കന്മാരാണ്. അങ്ങനെയാണ്. അറഫാ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ദുആണ് എന്നാണ്. രണ്ടാം സ്ഥാനമാണ് നോമ്പിന്. ഖൈറുദ്ദുആഇ ദുആഉ യൗമി അറഫ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ദുആയിൽ വെച്ച് ഏറ്റവും ഖൈറായത് അറഫ ദിവസത്തിലെ ദുആയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ദുആന്റെ കാര്യത്തിൽ നമ്മൾ പൊതുവെ പിന്നാക്കാണ്. ദോരപ്പിക്കണയിൽ മുമ്പിലാണ്, ദോരക്കണയിൽ ബാക്കിലാണ്. ദോരപ്പിക്കാൻ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ദോരക്കാൻ നമുക്ക് പ്രത്യേകിച്ച് സമയം അതിന് മെനക്കെടാനാവില്ല. വേറെ ആരെങ്കിലും ദോരക്കാണെങ്കിൽ 10 രൂപന്റെ കായ് കൊടുത്താലും കുഴപ്പമില്ല, ദോരക്കാനാവില്ല. ഉസ്താദെ, കുട്ടികളെ നന്നാവാൻ വേണ്ടി വയലിലേക്ക് 100, 200, 500 എത്ര ആണെങ്കിലും തരാം. പക്ഷെ ദോരക്കാൻ നമുക്ക് നേരമില്ല. ഇനി ദോരക്കാണെങ്കിലോ നമ്മൾ വേണ്ട മുപ്പര് ദോരന്നോട്ടെ, നമ്മൾ 10 റുപ്യ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മളാണ് പോവുക വെച്ചാണ്ട് നമ്മൾ പോയി, നമുക്ക് ദോരക്കാൻ പറ്റില്ലല്ലോ. വാപ്പാന്റെ ദുആന്റെ അപ്പുറം കുട്ടികൾക്ക് കിട്ടുന്ന വേറെ ദുആയൊന്നുമില്ല. അതുകൊണ്ട് മക്കൾ നേരാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാപ്പാര് നല്ലവരും തുറക്കാൻ തയ്യാറാവണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇബ്രാഹിം നബിന്റെ ദുആ കൊണ്ടാണ് നമുക്ക് പഴം നന്നായി കിട്ടുന്നതും സ്വർഗത്തുനിന്നും അത് തരാനുള്ള കാരണം വാപ്പാന്റെ ദുആയാണ്. ഇബ്രാഹിം നബി നിങ്ങളെ വാപ്പയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയി. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും കുട്ടിയും ബാക്കിയായി. തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം ഹാജറ ബീവി കുടിച്ചു. കുട്ടിക്ക് പാല് കൊടുത്തു. ഈത്തപ്പഴം തിന്നു. കുട്ടിക്ക് പാല് കൊടുത്തു. നല്ല പാല് കുടിച്ചു. കുറെ കഴിഞ്ഞു. കൊടുന്ന വെള്ളം കഴിഞ്ഞു. ഇവിടെ ആണെങ്കിൽ വെള്ളം കിട്ടാനുമില്ല. കൊടുന്ന ഈത്തപ്പഴം കഴിഞ്ഞു. ഈത്തപ്പഴം കിട്ടാനില്ല. മരുഭൂമി, ഉണങ്ങിയ ഒരു മരത്തിന്റെ ചോട്ടിലാണ് പോലെ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമം. എനിക്ക് കിട്ടില്ലെങ്കിലും വേണ്ടില്ല, എന്റെ കുട്ടിക്കൊരു തുള്ളി വെള്ളം എന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചു. അങ്ങനെ നേരെ നടന്നു. സഫ എന്നു പേരായ കുന്നിന് മുകളിൽ കയറിയിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ഒരു ചെന്നായ ഓടി വരുന്നുണ്ട്. അതുകൊണ്ട് സഫന്റെ അവിടുന്ന് ഓടി വന്നിട്ട് ചെന്നായെ ആട്ടിയിട്ട് മറുവയിലേക്ക് പോയി. മറുവയിൽ ചെന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളെ ഉയരത്തിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് പിന്നെയും ചെന്നായി വരുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടന്നെ വന്ന് സഫയിലേക്ക് പോയി. പിന്നെ ഇങ്ങോട്ടന്നെ വന്ന് മറുവയിലേക്ക് പോയി. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് ചോദിക്കണോ, എന്താ ഈ കുട്ടി എടുത്താ പന്താത്തതാ? ആ കുട്ടീനെ എടുത്താണ് പോയാ പോരെ. ഈ ചെന്നായി വരാൻ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതിപ്പോ എടുത്താൻ പറ്റാത്ത കുട്ടിയൊന്നുമല്ലല്ലോ, ഓലെടുത്ത് കണ്ടല്ലേ ഇങ്ങോട്ട് കൊടുന്നത്.
ഈ കുട്ടിനെ എടുത്തും കാണാൻ പോയാ പോരെ സഫയിലേക്കും മറുവയിലേക്കും എന്നാ ചെന്നായ അതിന്റെ വാട്ടിലേക്ക് പോകൂലേ? ഇതിവിടെ കടത്തി പോയിട്ടാണല്ലോ ആ പ്രശ്നമുള്ളത്. എന്തെടുക്കാത്ത? അത് ആദ്യം ഹാജറ ബീവി ചോദിച്ചിരുന്നു, ഇത് അള്ള പറഞ്ഞിട്ടാണോ ഇവിടെ ആക്കണത്? അത് ആദ്യം ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ട് ഞാൻ അള്ള പറഞ്ഞിട്ട് തന്നെയാണ്. എന്നാ പിന്നെ എടുക്കാൻ പറ്റൂലല്ലോ, അവിടെ നിന്നോട്ടെ. അപ്പൊ പിന്നെ ഉള്ള വഴി ചെന്നായനാട്ടലാണ്. അപ്പൊ പിന്നെ മുപ്പത്തിയേഴ് ചെന്നായനാട്ടി. അങ്ങനെ കണ്ടുകൊണ്ടും നടന്നു. 7 വട്ടം നടന്നപ്പോ പടച്ചോൻ എന്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ എന്ന് അതിശക്തമായി ആഗ്രഹിച്ചു. കുട്ടിയാണെങ്കിൽ വിശന്നിട്ട് കാലിട്ടടിച്ചിങ്ങനെ കരഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് ജബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇസ്മായിൽ നബിയുടെ കാലിട്ടടിക്കുന്ന ഭാഗത്ത് തന്റെ ചിറകു കൊണ്ടൊന്നിങ്ങനെ തോണ്ടി വെള്ളം വരാൻ തുടങ്ങി. ഹാജറ ബീ വന്നു. വെള്ളം ഇങ്ങനെ വരുന്നയാണെന്ന് കണ്ടപ്പോ ഇങ്ങനെ തടം കെട്ടി നിർത്തി. തടവും മറിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോ സംസം മതി എന്ന് പറഞ്ഞു. ഓല് കുടിച്ചു, ഓലതിൽ നിന്ന് ഉപയോഗിച്ചു, എല്ലാം ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ സംസം വെള്ളം എല്ലാരും ഉപയോഗിക്കുന്നുണ്ട്. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റുന്നതാണ്. നല്ലോണം ശ്രദ്ധിക്കണേ. സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റും. അങ്ങനെയാണ്. അപ്പൊ ഒരാളുടെ പെരപ്പണി തീരുന്നില്ല. എന്ത് ചെയ്താ മതി? സംസം വെള്ളം കുടിച്ചാ മതി. എന്റെ പെരപ്പണി തീരാൻ വേണ്ടിട്ട് ഞാൻ സംസം കുടിക്കുന്നു, നീ എത്തിച്ചു കുടിച്ചാൽ മതി. കാരണം ഹദീസ് അങ്ങനെയാണ്. മാഉ സംസമിൽ ലിമാ ശുരിബ ലഹു, എന്തിന് കുടിച്ചോ അതിനെല്ലാം പറ്റുമെന്നാണ്. വാപ്പാനെ ആശുപത്രി കൊണ്ടുപോയി എന്നറിഞ്ഞു, മകൻ സൗദിയിലാണുള്ളത്. കുറച്ച് സംസം കൊടുത്തയക്കട്ടെ എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊടുത്തയക്കണേന് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. മോൻ അവിടെ കുടിച്ചാ മതി, ഇവിടെ ഉള്ള വാപ്പാന്റെ ദണ്ണം മാറാന് എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകണത്. എന്തിനു കുടിച്ചോ അതിന് പറ്റും. അപ്പൊ വാപ്പാന്റെ ദണ്ണം മാറാൻ കുടിച്ചാൽ മതി, വല്ലിപ്പാന്റെ മാറാനും കുടിച്ചാൽ മതി. എന്താ അതിന്റെ പിന്നില്? ഒരു ഉമ്മ എന്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം പൂതി വെച്ചു. അതാണ് അതിന്റെ പിന്നിലെ രഹസ്യം. വലിയൊരുനാള് ബലിപെരുന്നാളിന്റെ ഓർമ്മയിലോടിയെത്തുന്നുണ്ടൊരു വദനം. വലിയ പ്രതീക്ഷകൾ കൊടുവിൽ കിട്ടിയ അരുമക്കുഞ്ഞിൻ വദനം. മാതാവിൻ വിരിമാറിൽ നിന്നു മടർന്നു മിനാതന്മാരിൽ മതിയൊളി കൊക്കും പുഞ്ചിരി തൂകി ബലിയാടായി പൂമോൻ. വിശ്വചരിത്ര താളുകളൊക്കെ പരതു കാണാനാമോ? വിസ്മയം മുറ്റിയ ഇക്കഥയോർത്താൽ ഹർഷം മാറിപ്പോമോ? ദാഹം പരവശനാക്കിയ നേരം ചുണ്ടുപിളർന്നു കരഞ്ഞു. ദാരുണരംഗം കണ്ടാൾ ഹാജറ വെള്ളം തേടി അലഞ്ഞു. സഫയും മറുവയും കുഞ്ഞിൻ നിലവിളി കേട്ടു തകർന്നു കഴിഞ്ഞു. സൈകത പൂവിന് ഹൃദയമലിഞ്ഞവൾ മറു തുറന്നു കനിഞ്ഞു. ഇസ്മായിലിൻ ദാഹം തീർക്കാൻ അന്നുറ പൊട്ടിയ സംസം ഇന്നും ഇബ്രാഹിം തൻ മക്കളെ നൊമ്പരം മാറ്റും തീർത്ഥം. സംസം വന്നു. ഒരു ഉമ്മയാണ് അതിന്റെ പിന്നില്. ഇമ്മാര് നോക്കിയ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കാണ്. ഉമ്മാര് നോക്കിയ കുട്ടികളൊക്കെ. സയ്യിദുന ഈസാ അലൈഹിസ്സലാമിനെ ഉമ്മയാ നോക്കിയത്. സയ്യിദുന മൂസ അലൈഹിസ്സലാമിനെ ഉമ്മയാ നോക്കിയത്. സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാമിനെ ഉമ്മയാ നോക്കിയത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഉമ്മയാ നോക്കിയത്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ ഉമ്മയാണ് നോക്കിയത്. എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? മുത്തുനബിനെ ഉമ്മയാണ് നോക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിക്കണതിന് മുമ്പ് വാപ്പ മരിച്ചു അബ്ദുള്ള.
ജനിക്കണന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്. അതും വളരെ കുറച്ചേ നോക്കിയിട്ടുള്ളൂ, 6 വയസ്സ് വരെ. 6 വയസ്സ് വരെയാണ് നബിയെ നോക്കിയത്, ഉമ്മ നോക്കിയത്. നബി തങ്ങളെ ഉമ്മ നോക്കിയതാണ്. ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാലേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. ഔസുല്ലാദവിനെ ആരെ നോക്കി? ഉമ്മ. ഔസുല്ലാദവിനെ ഉമ്മ നോക്കിയതാ. കളവ് പറയില്ല എന്നും ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഔസുല്ലാദവിനെ ഉമ്മ നോക്കിയതാണ്. ഇമ്മ നോക്കാൻ തയ്യാറുണ്ടോ? കുട്ടി നേരാവും. അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഉലാ, ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അള്ളാന്റെ ദുനിയാവിൽ ഒരുപാട് വിഷയത്തിൽ സംശയമുണ്ട്. കൈ എവിടെ കെട്ടേണ്ടത്, കുനൂത്ത് ഓതണോ, തറാവി എത്ര റക്അത്താ? പക്ഷെ അള്ള ഉണ്ട് എന്നുള്ളതിൽ അമ്മക്കാർക്കും തെളിവും വേണ്ട, അഭിപ്രായ വ്യത്യാസവും. എന്തേ കാരണം? അത് ഉമ്മ പറഞ്ഞതാന്നുള്ള തന്നെ അതിന്റെ കാരണം. കയ്യെട്ടുന്ന വിഷയം ഉമ്മ പറഞ്ഞതല്ല, കുനൂത്തിന്റെ വിഷയം ഉമ്മ പറഞ്ഞതല്ല, അള്ള ഉണ്ട് എന്ന് ഉമ്മ പറഞ്ഞതാ. അതുകൊണ്ട് സംശയമില്ല. പിരാന്തന്മാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. ഒരു മനുഷ്യന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണെങ്കിലും തുണിയെടുത്തേ ഓടുള്ളൂ എന്നാണ്. കാരണം എന്താ? അത് ഉമ്മ പഠിപ്പിച്ചതാണ്. അതന്നെ കുപ്പായിട്ടോളന്നില്ല, അത് ഉമ്മ പഠിപ്പിച്ചതല്ല, നമ്മൾ വലുതായിട്ട് പഠിച്ചാണ്. അതിന് വ്യത്യാസേ. പിരാന്തന്മാര് വരെ ഫാൻറ് ഇട്ടിട്ടുണ്ടാവും, മുന്നും പിന്നൊക്കെ കീറിയിട്ടുണ്ടാവോ, വേറെ കാര്യം. എന്നാലും ഇടും. എന്റെ കാര്യം? എന്തിനാണ് ഫാൻറ് ധരിക്കുന്നത്, തുണി ധരിക്കുന്നത് എന്ന് അറിയാത്ത കാലം മുതൽ ഉമ്മ ശീലിപ്പിച്ചതാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഉമ്മ നോക്കിയ കുട്ടികളൊക്കെ നേരായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിശോധിക്കാം ഉമ്മ നേരാക്കി. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. ഉമ്മയാ നോക്കിയത്. ഉമ്മ നോക്കിയെന്ന് മാത്രല്ല, ജന്മനാ കണ്ണ് കാണാത്ത ആളായിരുന്നു ഇമാം ബുഖാരി. ഉമ്മ ദുആ ചെയ്തിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് ഇൽമിന്റെ വഴിയിൽ ലോകം മുഴുവൻ 4 പ്രാവശ്യം കറങ്ങാൻ മാത്രം സഞ്ചരിച്ചു. 40,000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമു ശേഖരിച്ചു. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. നമ്മള് കേക്കലില്ല, ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കണേ. ആ ബുഖാരി ഇമാമ് ജന്മന കണ്ണ് കാണാത്ത ആളാ. ഉമ്മ തുറന്നിട്ട് കിട്ടിയതാണ്. അപ്പൊ ഉമ്മ തുറന്നാ കിട്ടാത്തതൊന്നുമില്ല. പക്ഷെ ദോരക്കലുണ്ടോ എന്നത് പ്രശ്നമാണ്. പഠിച്ചോനെ, എന്റെ കുട്ടികളെ, അള്ളാഹുവേ എന്റെ കുട്ടികളെ ശൈത്താനെ തൊട്ട് കാക്കണേന്ന് തോരുന്നവരുമ്മ ഉണ്ട് ഖുർആനില്. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീവിയാണ്. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഖുർആനിലുണ്ട്. മറിയം ബീവിന്റെ ഉമ്മ തോരുന്നു, പഠിച്ചോനെ എന്റെ കുട്ടികളെ ശൈത്താനെ തൊട്ട്, ഈ കുട്ടിനെയും ഈ കുട്ടിയുടെ സന്താന പരമ്പരയും പിശാചിനെ തൊട്ട് കാക്കണേ. ഒരു കുട്ടി ജനിച്ചാല് വലത്തെ ചെവിയിൽ വാങ്കൊടുക്കണേന്റെ അപ്പം ഈ ആയത്ത് ഓതുന്നത് നല്ലതാ. ഇന്നി ഒഴിതുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഹന്നത്ത് ബീവിന്റെ ദുആയാണത്. അങ്ങനെ അപ്പൊ നമ്മൾ തർക്കലില്ല. കുട്ടികൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ ഉണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും, വദുരിയാത്തിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഖുറത അയുനിൻ, കണ്ണിന് കുളിർമ നൽകണമേ, വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ,
ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബിന്റെ ദുആ എന്താ പറഞ്ഞു? ഒന്നുകൂടി. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലന, ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണമേ. ഹിബത്ത്, ഹിബത്ത് എന്ന് പറഞ്ഞാൽ സ്വതക്കല്ല, ഓശാരം. മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും, വദുരിയാത്തിന, സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയുനിൻ, കണ്ണിന് നനവ് നൽകണമേ, കുളിർമ, നനവ്. വജഅൽന, ഞങ്ങളെ നീ ആക്കുകയും ചെയ്യണമേ, ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണം. ഇന്റെ കുട്ടികളെയും ഇന്റെ കുട്ടികളെയും മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും എനിക്ക് എന്റെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് നനവ് നൽകുകയും ചെയ്യണമേ. എന്തൊക്കെ പറഞ്ഞു വരങ്ങള്? എന്താ ഭാര്യന്റെയും മക്കളെ അടുത്തുനിന്നുള്ള കണ്ണിന്റെ നനവ് പറഞ്ഞാല്? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ തഫ്സീർ കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ണിന്റെ നനവ്? ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ ഭാര്യ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കണ്ണുകൊണ്ട് കാണുന്നതിന്റെ പേരാണ്. മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ മക്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണലാണ്. അങ്ങാടി പോയിട്ട് വൈകുന്നേരം പെരേക്ക് ഇങ്ങനെ ചെന്നപ്പോ കുട്ടികൾ പഠിച്ചത് ഓതുന്നുണ്ട്, അത് കണ്ടു. അല്ലെങ്കിൽ ഭാര്യ നിസ്കരിക്കുന്നുണ്ട്, അത് കണ്ടു. തിരിച്ചു അങ്ങനെ തന്നെ കേട്ടോ. ഭർത്താവ് നിസ്കരിക്കുക തഹജ്ജുദ്, ഭാര്യ കണ്ടു. ഇങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതിന്റെ പേരാണ് കണ്ണിന്റെ കുളിർമ. അത് തരണേ. എന്റെ കുട്ടികള് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണത് എനിക്ക് കാണിച്ചു തരണേ എന്നാണ് അതിന്റെ അർത്ഥം. ഇബ്രാഹിം നബിന്റെ ദുആ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. മുത്തഖിയാക്കണേ എന്നല്ല, മുത്തഖിയാവണേനേക്കാൾ പണിയാണ് മുത്തഖീങ്ങളുടെ ഇമാമാവാന്. ഇങ്ങനെയല്ലോ എല്ലാ ആഴ്ചയിലും നിർബന്ധമായി 2 പ്രാവശ്യം കേട്ടിരിക്കേണ്ട ഉപദേശമാണ്. അയ്യുഹന്നാസ് ഊസിക്കും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജനങ്ങളെ, ഞാൻ നിങ്ങളോട് അള്ളാഹുവിന് തഖ്വ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം നിർബന്ധമായിട്ട് ഒരാൾ കേട്ടിരിക്കണം. 2 ഖുതുബയിലും ഉണ്ടാവും. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വബാദിറു ഇലാ അദാഇ മുഫ്തറളാതി. അങ്ങനത്തെ ആൾക്കാരുടെ മുത്തഖീങ്ങളുടെ ഇമാമാക്കി തരണം ഇന്നിന്റെ കുട്ടികളെയും. നമ്മള് ഈ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. മുത്തഖീങ്ങളുടെ ഇമാമാക്കണം എന്നാണോ നമുക്ക് പലപ്പോഴും തോന്നുന്നത്? ഡോക്ടറായാലും മുത്തഖീങ്ങളുടെ ഇമാമാവട്ടോ. മുത്തഖിയായ ഡോക്ടറുടെ ഇമാമായിരിക്കണം. എഞ്ചിനീയർ ആയാലും ആവാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയണില്ല, ആവാം. മുത്തഖീങ്ങളായ എഞ്ചിനീയർമാരുടെ ഇമാമ, കച്ചവട